അയ്യപ്പൻ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം വന്നിരുന്ന ഒരു സ്ഥലം, അതല്ലാതെ അത് ജീവസമാധിയല്ല, യാതൊന്നുമല്ല. രോഹിത്തേട്ടാ, ശബരിമലയിലെ മണിമണ്ഡപം അയ്യപ്പന്റെ ജീവസമാധിയാണ് എന്നൊരു ഐതിഹ്യമുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല, അത് സമാധിയുമായി ഒരു ബന്ധമില്ലാന്ന് പണ്ടൊരിക്കൽ കണ്ഠരര് രാജീവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ അധികാലമൊന്നുമല്ല, കഴിഞ്ഞ വർഷം. അതെ. അപ്പോൾ അതിന്റെയൊക്കെ തിക്തഫലമാണോ ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത്? വേണമെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇന്നലെ ഞാൻ കുറേയധികം പേരുടെ സ്റ്റാറ്റസ് കണ്ടു, മണിമണ്ഡപം സത്യമാണെന്ന് തെളിഞ്ഞു. ഇതായിരുന്നു പല ആളുകളുടെ സ്റ്റാറ്റസ്. എനിക്കത് ഭയങ്കര താല്പര്യം തോന്നി. ഞാൻ ഒരാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ ഇന്ന് രാവിലെ 1-2 മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചു, എന്താ സംഭവം. ഞാൻ അവർക്കെല്ലാം ന്യൂസ് 18-ൽ എനിക്കൊന്ന് കഴിഞ്ഞതിന് മുമ്പ് ഈ നടക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പത്തെ വർഷമാണ് തോന്നുന്നു, കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷത്തെ 2024 മണ്ഡലകാല സമയത്താണ് ഈ പറയപ്പെടുന്ന രാജീവരര് മുൻ തന്ത്രി അദ്ദേഹം പറഞ്ഞത്, ഈ മണിമണ്ഡപവും അയ്യപ്പന്റെ ജീവസമാധി ഒന്നുമല്ല, അത് വെറുതെ ഓരോ ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ്. ചില ആളുകൾ പ്രചരിക്കുന്നു എന്നല്ല, വാക്ക് ശ്രദ്ധിക്കണം, പ്രചരിപ്പിക്കുന്നവരാണ്. അവിടെ അയ്യപ്പൻ വന്ന സമയത്ത് അവിടെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ ഈ മണ്ഡല മകരവിളക്ക് സമയത്ത് 4-5 ദിവസത്തെ കളമെഴുത്തും പാട്ടുമുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, വേറെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്തിനാണ് മണിമണ്ഡപത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്ത് സന്നിധാനത്ത് ചരിത്രാതീത കാലം മുതൽ സ്ഥാപിച്ചിരിക്കുന്നതെന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. എന്താ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പോൾ തന്ത്രി തന്നെ പറയുന്നു അതിനൊരു പ്രാധാന്യവുമില്ലെന്ന്. അപ്പോൾ രോഹിത്തേട്ടൻ അടക്കമുള്ള ആൾക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതിന് പ്രാധാന്യമുണ്ടെന്ന്? ഈ ശബരിമല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം. 1902 ഈ പറയപ്പെടുന്ന താഴമൺ കുടുംബത്തിന് അവിടെ താന്ത്രിക സ്ഥാനം ലഭിച്ചത്. ഇവര് പറയുന്നത് എന്താണ്, പരശുരാമൻ നേരിട്ട് ഇവരുടെ കുടുംബത്തിന് അവിടുത്തെ താന്ത്രിക സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങളാണ് ശബരിമല സന്നിധാനത്തെ ശാസ്താക്ഷേത്രത്തിലും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലും ഒക്കെ നടക്കുന്നത്. മണിമണ്ഡപത്തിൽ വെച്ചാരാധനയോ പൂജയോ ഒന്നുമില്ല. മണിമണ്ഡപം ഈ പറയപ്പെടുന്ന പന്തളം രാജകുമാരനാണല്ലോ അയ്യപ്പൻ. അയ്യപ്പന്റെ ജീവസമാധിയാണ്. എന്താണ് ജീവസമാധി അറിയോ? അറിയില്ല. അതായത് ഈ യോഗി വര്യന്മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മരണസമയം നിശ്ചയിക്കാൻ സാധിക്കും. അവരാ സമയത്ത് ധ്യാനത്തിലേക്ക് പോവുകയും, ഇപ്പോൾ നോക്കൂ, ക്രിയായോഗയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവർക്കൊക്കെ അവരുടെ ജീവനെ 5 ദിവസം വരെ ഫ്രീസാക്കി നിർത്താൻ പറ്റും. എക്സ്പെരിമെന്റ് ചെയ്ത ആളുകളുണ്ട്. പൾസ് റേറ്റ് 0-ലെത്തിക്കാം, അതുപോലെ ഹൈയിലെത്തിക്കാം. 5 ദിവസം വരെ ആഹാരം കഴിക്കാതെ തപസ് ചെയ്യാന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്നത്. ഇതിന്റെ മറ്റൊരു ഇതിലേക്ക് ചെല്ലാൻ പറ്റും. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അബാക്കിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമാധി ചർച്ചയായത് എപ്പോഴാ? നമ്മുടെ ഗോവൻ സ്വാമിയുടെ സമാധി സമയത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കണം, ഗോവൻ സ്വാമിയുടെയും നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് കൊലപാതകമൊന്നുമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം എന്താണ്, സ്വാഭാവിക മരണമാണ്. അത് ചെറുതാക്കി കാണരുത്, നമ്മൾ കളിയാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ. അതല്ല, സ്വാഭാവികമായി മരിച്ച ഒരാളെ ഒരു സമാധിയിൽ കൊണ്ടിരുത്തി എന്നുള്ള അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ പറയുന്നത്. അവരവിടെ പോയി ഇരുന്ന് മരിച്ചു എന്നാണല്ലോ അവർ പറയുന്നത്. തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ, കേസ് അന്വേഷിക്കല്ലേ, ഒരു വിവാദമായ കാര്യമല്ലേ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള യോഗി വര്യന്മാരുണ്ടായിരുന്നു. അപ്പൊ അവർ മരണത്തെ വരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ആ സ്ഥലത്തിരുന്ന് അവരുടെ ആത്മാവിനെ പരമാത്മാവുമായോ മറ്റെന്തെങ്കിലുമായോ ലയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസങ്ങളും ഈ യോഗ ആചാര്യന്മാരൊക്കെ പറയുന്നത്. അത്തരത്തിൽ ശബരിമല അയ്യപ്പൻ, അതായത് പന്തളം രാജകുമാരൻ, ശബരിമല ക്ഷേത്രത്തിന്റെ നിർമ്മാണവും അവിടുത്തെ ആചാരങ്ങളും അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യങ്ങളും എല്ലാം കഴിഞ്ഞ് തപസ്സിരുന്ന സ്ഥലമാണ് ശബരിമല. ആ ശബരിമലയിൽ അദ്ദേഹം തപസ്സിരുന്ന് സമാധിയിലേക്ക് ലയിച്ച ആ സ്ഥലമാണ് മണിമണ്ഡപം. അതായത് അത് പന്തളം രാജകുടുംബാംഗമായ പന്തളം രാജകുമാരനായ ഭഗവാൻ അയ്യപ്പന്റെ ജീവസമാധി തന്നെയാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ പടിത്തര പ്രകാരം, ശബരിമലയിലെ പടിത്തരത്തിൽ എന്ന് പറയുന്നത് നായാട്ടുവിളി പ്രകാരം പല കുടുംബങ്ങൾക്ക് പല അവകാശങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ താഴമൺ കുടുംബത്തിന് താന്ത്രിക സ്ഥാനം കൊടുത്തത് പിന്നീടാണ്. അത് 1902 വരാൻ കാരണമെന്ന് പറയുന്നുണ്ട്. മലയരയന്മാരുടെ ആരാധിക്കുന്ന ക്ഷേത്രമായിരുന്നു ശബരിമല ക്ഷേത്രമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ഇനി അയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരാളല്ല, ഒന്നിലധികം പേരുണ്ട് എന്ന് പറയുന്നവരുണ്ട്. കുറെ കഥകൾ നമുക്കിടയിൽ കേൾക്കാം. നമ്മൾ പഠിച്ചു വന്നൊരു കഥ എന്താ, മോഹിനി രൂപം പൂണ്ട ഭഗവാൻ വിഷ്ണുവിൽ ആകൃഷ്ടനായ ശിവഭഗവാൻ
ഒരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ പമ്പാതീരത്ത് സുരക്ഷിതമായി വെക്കുകയും അത് പന്തളം രാജാവ് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന പന്തളം രാജാവ് നായാട്ടിനെത്തിയപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് പന്തളത്തേക്ക് കൊണ്ടുപോയെന്നും വളർത്തുമകനായി വളർത്തിയെന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയും അയ്യപ്പന്റെ കൗമാര കാലഘട്ടം വരെ പറയുന്നുള്ളൂ. അവിടെയും അയ്യപ്പന്റെ യഥാർത്ഥ കഥയിൽ മറ്റൊരു കഥയുണ്ട്. കാട്ടുകൊള്ളക്കാരനായിരുന്ന ഉദയനൻ പന്തളം കൊട്ടാരത്തിലെ തമ്പുരാട്ടിയായ മോഹിനിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഉദയനനുമായി യുദ്ധം ചെയ്യാൻ വരുന്ന ഉദയനൻ കൊന്ന ശബരിമലയിലെ പൂജാരിയായിരുന്ന ആളുടെ മകൻ ജയന്തൻ ഈ പറയപ്പെടുന്ന മോഹിനിയെ രക്ഷിക്കുന്നു. അങ്ങനെ ജയന്തന് മോഹിനിയിലുണ്ടാകുന്ന കുട്ടി മണികണ്ഠനാകുന്നു. ആ മണികണ്ഠൻ പൂജാതി കർമ്മങ്ങളും ഈ പറയപ്പെടുന്ന തന്ത്രവിദ്യാദികളും ഒക്കെ പഠിച്ച് യോദ്ധാവായി പന്തളത്തേക്ക് വരുന്നു. അപ്പൊ പന്തളത്തെ രക്തമാണ്, പന്തളത്തെ തമ്പുരാട്ടിയുടെ മകനാണ്. അങ്ങനെ ഒരു കഥ മറ്റൊരിടത്ത് കിടക്കുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഈ മലയരയന്മാരുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയിൽ നായാട്ടിനെത്തുന്ന പന്തളം രാജാവിന് ആകർഷനായി ഒരു കുട്ടി ജനിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഏത് കഥയിലും എന്താണ് പന്തളം രാജകുടുംബത്തിന്റെ ഒരു രക്തബന്ധവും മലയരയന്മാരുടെ രക്തബന്ധവും ഒരുപോലെ വരുന്നുണ്ട്. ശബരിമല ക്ഷേത്രം നിൽക്കുന്ന ആ ഭൂപ്രകൃതി പ്രകാരമുള്ള സ്ഥലം പണ്ട് വാണിജ്യ കേന്ദ്രമായിരുന്നുവെന്നും അത് ഉദയനനാൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആ ക്ഷേത്രം തകർക്കപ്പെട്ടുവെന്നും പിന്നീട് ആ ക്ഷേത്രം അയ്യപ്പൻ പുനഃസ്ഥാപിച്ചുവെന്നും ഒരു കഥയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കഥകളൊക്കെ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കണം, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ആ ക്ഷേത്രം പുനഃസ്ഥാപിച്ചത് അയ്യപ്പനാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ആരാ? അത് മലയരന്മാരുടെ വിശ്വാസപ്രകാരം ചാത്തനായിരുന്നു. അതായത് ഇപ്പോൾ ഈ പറയപ്പെടുന്ന തന്ത്രി കുടുംബം പൂജ ചെയ്യുന്ന ശബരിമലയിലെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചാത്തനെയാണ്. അപ്പൊ ചാത്തനും ശാസ്താവും രണ്ടാണോ? അല്ല, ചാത്തനും ശാസ്താവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ചാത്തനും ശാസ്താവും ഒന്ന് തന്നെയാണ്, എല്ലാം ഒരേ സങ്കല്പം, രണ്ട് പേരാണെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ താന്ത്രിക വിധിപ്രകാരമുള്ള മന്ത്രാദി കർമ്മങ്ങളിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. അതായത് മലയരയന്മാർ പൂജ ചെയ്തിരുന്ന ചാത്തൻ അത് താന്ത്രിക വിധി പ്രകാരത്തിലേക്ക് മാറുമ്പോൾ ശാസ്താവായി മാറുന്നു. രണ്ടും ഒന്നാണ്, ഒരേ ദേവതാ സങ്കല്പമാണ്. അവരവിടെ ഒരു ബിംബം പ്രതിഷ്ഠിക്കുന്നു. ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ബിംബമല്ല ആദിമബിംബം. അത് ശബരിമല എത്രയോ 2 തീവയ്പ്പുകളിൽ ബിംബം നശിച്ചിട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ മനുഷ്യൻ പ്രതിഷ്ഠ ചെയ്ത രൂപം എന്ത് രൂപത്തിൽ ഇരുന്നോട്ടെ അതൊരു ശക്തി സ്രോതസ്സാണ്. അവിടെ പൂജ ചെയ്യുന്ന തന്ത്രി കുടുംബം കേവലം 123 വർഷം മാത്രമാണ് ഈ തന്ത്രി കുടുംബത്തിന് താന്ത്രിക സ്ഥാനം കിട്ടിയത്. എന്നിട്ട് ഇവര് പറയുകയാണ് മണിമണ്ഡപത്തിൽ അയ്യപ്പനില്ല. ഇപ്പൊ എന്താ പ്രശ്നം? ഇത് മുഴുവൻ ഒരു ബ്രാഹ്മണിക്കൽ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യം ഈ പറയപ്പെടുന്ന തന്ത്രി കുടുംബത്തിനുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന മണിമണ്ഡപത്തിലെ കർമ്മങ്ങൾ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട കുടുംബമുണ്ട്. അത് വേറൊരു കുടുംബമാണ്. മണിമണ്ഡപത്തിൽ കർമ്മം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടത് റാന്നി കുന്നക്കാട് കുടുംബത്തിനാണ്. കുന്നക്കാട് കുടുംബത്തിലെ കുറുപ്പന്മാരാണ് അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇനി ഈ മണിമണ്ഡപത്തിലെ കർമ്മം എന്താണ്? ശബരിമല യഥാർത്ഥ ഉത്സവം എന്താ? നിങ്ങൾ ഈ കാണുന്ന 41 ദിവസത്തെ മണ്ഡലകാല വ്രത ഇതല്ല, മകരവിളക്ക് ഉത്സവമാണ് ശബരിമലയിലെ യഥാർത്ഥ ഉത്സവം. ശബരിമലയിലെ മണിമണ്ഡപത്തിൽ ജീവസമാധിയായ പന്തളം രാജകുടുംബാംഗമായ പന്തളം കൊട്ടാരത്തിലെ പന്തളം കുമാരൻ അയ്യപ്പൻ, ആ അയ്യപ്പന്റെ ആത്മാവ് നമ്മളിപ്പോൾ തൊഴുതുന്ന ശബരിമല ചാത്തനോ ശാസ്താവോ ആരോ ആയിക്കൊള്ളട്ടെ, ഈ പറയപ്പെടുന്ന സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ശ്രീകോവിൽ അവിടെ ഇരിക്കുന്ന ദേവചൈതന്യത്തിന്മേലേക്ക് ചേർന്നു. ഇപ്പൊ ഹൈന്ദവ സങ്കല്പ പ്രകാരം ഇപ്പൊ മേഘയ്ക്ക് ഉള്ളിലൊരു ആത്മാവുണ്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഒരു ആത്മാവുണ്ട്, താങ്കൾക്ക് ജീവൻ നൽകുന്ന, താങ്കളെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന, താങ്കളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുള്ളത് എന്താണ്? എനർജി അപ്പൊ ആ എനർജി എന്ത് ചെയ്യണം? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറണം. ഒന്നെങ്കിൽ താങ്കൾ മരണപ്പെടുമ്പോൾ താങ്കൾക്കുള്ളിൽ കിടക്കുന്ന എനർജി മറ്റൊരു ജീവനിലേക്ക് മാറണം, ഇല്ലെങ്കിൽ ആ എനർജി മറ്റേതെങ്കിലും എനർജിയുമായി കൂടിച്ചേരണം. സിമ്പിൾ ആണേ. ഇപ്പൊ ശബരിമലയിൽ മണിമണ്ഡപത്തിലിരുന്ന് ജീവസമാധിയിലായ അയ്യപ്പന്റെ എനർജി ആത്മാവ് അവിടെ അടുത്തുള്ള ഭഗവാനിലേക്ക് ലയിച്ചു. അതാണ് യഥാർത്ഥ വിശ്വാസം. ഇനി കുന്നക്കാട് കുടുംബത്തിന് അവിടെ കുറെ ചടങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്. 5 ദിവസം മകരവിളക്ക് ഉത്സവം 5 ദിവസം. ഈ 5 ദിവസങ്ങളിൽ ശബരിമലയിൽ പന്തളത്തുനിന്ന് കുറെ തിരുവാഭരണം കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? ഈ തിരുവാഭരണ പെട്ടിയിൽ ഒരു പെട്ടി മാത്രമേ ഈ പറയപ്പെടുന്ന ശ്രീകോവിലോട്ട് പോകും, ബാക്കി 2 പെട്ടികൾ മണിമണ്ഡപത്തിലേക്കാണ് പോവാം. ആ മണിമണ്ഡപത്തിലെ അതായത് എന്തിനാണ് ഈ ഇതെന്താ? അവിടെ ഇരിക്കുന്ന അയ്യപ്പന് വേണ്ട കാര്യങ്ങൾ അവരുടെ പന്തളം കുടുംബം കൊണ്ടുപോകുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? രാജകുമാരനെ എല്ലാ വർഷവും അണിയിക്കാനുള്ള ഉത്സവം എന്ന് പറഞ്ഞാൽ തിരുനാൾ ഉത്സവമാണ്, അവിടെ ആഘോഷിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോവാ. ഇനി എന്താണ് മകരവിളക്ക്? അല്ല, അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മണിമണ്ഡപത്തിനകത്തൊരു വിഗ്രഹമോ ഒന്നുമില്ല. രണ്ട് പെട്ടിന്റെ പറഞ്ഞുതരാം. ഇനി എന്താണ് മകരവിളക്ക്?
മകരവിളക്ക് എന്താ? ഇന്നാൾ വരെ അയ്യോ ഇവിടെ മറ്റേ ശബരിമലയിൽ അവിടെ എന്താ പറയാ ദീപം തെളിയും, എല്ലാവരും അത്ഭുതത്തോടെ തൊഴുതു. ഒരിക്കൽ കണ്ടുപിടിച്ചു അയ്യോ ഇത് KSEB കത്തിക്കുന്ന ലൈറ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ലൈറ്റ് അല്ല, ഇതാണെന്ന് കണ്ടിച്ചു. സത്യത്തിൽ അതല്ല, അയ്യപ്പൻ ജന്മം കൊണ്ട സ്ഥലമാണ് ഈ പറയപ്പെടുന്ന മകരജ്യോതി ചെല്ലുന്ന പൊന്നമ്പലമേട്. ആ പൊന്നമ്പലമേട്ടിൽ മലയരയന്മാർ കത്തിക്കുന്ന അവരുടെ വിശ്വാസ, മലയരന്മാരുടെ രക്തമുണ്ട്. എങ്ങനെ പറഞ്ഞാൽ ഏത് കഥ വിശ്വസിച്ചാലും അപ്പൊ ആ നാടിനെ കാക്കുന്ന അവരുടെ രക്തത്തിൽ പിറന്ന രക്ഷകൻ ജനിച്ച ദിവസം, അല്ലെങ്കിൽ രക്ഷകന്റെ ജനിച്ച ദിവസമല്ല, രക്ഷകന്റെ ആത്മാവ് ആകാശത്ത് മകരജ്യോതിയായി ഉദിക്കുന്ന ദിവസമാണ്. ഈ പറയപ്പെടുന്ന ആ ദീപമല്ല കണ്ടു തൊഴേണ്ടത്. ആ സമയത്ത് ആകാശത്ത് ഒരു നക്ഷത്രം ഉദിക്കുന്നുണ്ട്. അയ്യപ്പന്റെ ഉത്സവ ദിവസം മകരവിളക്കിന് ആകാശത്ത് നക്ഷത്രമായി ഉദിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇതിന്റെ ചടങ്ങുകൾ നടക്കുന്ന എവിടെയാ? ശാസ്താക്ഷേത്രത്തിലല്ല, മണിമണ്ഡപത്തിലാ. ഇനി ഉത്സവങ്ങൾ തീരുന്ന എവിടെയാ? നമ്മളെന്താ പഠിച്ചു വെച്ചേക്കുന്നത്? ഈ ശബരിമലയിൽ മണിമണ്ഡപത്തിന് ഇപ്പുറത്ത് ആരിരിപ്പുണ്ട്? മാളികപ്പുറത്തമ്മ ഇരിപ്പുണ്ട്. നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്ക് എന്താ? അയ്യപ്പന്റെ കാമുകിയാണ് മാളികപ്പുറം. കന്യയ്യപ്പന്മാർ മല ചവിട്ടാൻ വരാത്ത പക്ഷം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കും. ആ എം സ്വരാജ് എന്ന് പറയുന്ന സഖാവ് നേരത്തെ കെട്ടിച്ചു, അയ്യപ്പന്റെ ബ്രഹ്മചര്യം എന്ന് കളയിപ്പിച്ചു എന്നുള്ളത്. അത് പോട്ടെ. അപ്പോ സത്യത്തില് അപ്പോൾ ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ട്, ഒരു തിടമ്പ് എഴുന്നള്ളിക്കുന്നുണ്ട്. ആ തിടമ്പിൽ മാളികപ്പുറത്തമ്മ അല്ല എഴുന്നള്ളിപ്പിക്കുന്നത്, കൊമ്പൻ മീശയോട് കൂടിയ അയ്യപ്പനെയാണ് എഴുന്നള്ളിക്കുന്നത്. ആ തിടമ്പ് കൊടുത്തു വിടുന്നത് 12 നിന്നാണ്, മണിമണ്ഡപത്തിൽ നിന്നാണ് എഴുന്നള്ളപ്പ് ആരംഭിക്കുന്നത്. ഈ പറയപ്പെടുന്ന മാളികപ്പുറത്തമ്മയുടെ കോവിലിന് മുന്നിൽ വരുമ്പോൾ അമ്മ സങ്കല്പത്തിൽ മാളികപ്പുറത്തമ്മയെ തൊഴുത് ശരംകുത്തിയിലെത്തി ഉത്സവത്തിന് വേണ്ടി ഈ ഭഗവാൻ അവിടെ നിദ്രയിലാണ്, ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പൊ ഈ ഭഗവാനും ക്ഷേത്ര സമുച്ചയത്തിനും കാവലായി കുറെ ഭൂതഗണങ്ങളുണ്ട്. ഉത്സവമാകുമ്പോൾ ആളുകൾ കാണാൻ വരുന്നുണ്ട്. ഈ ഭൂതഗണങ്ങളെല്ലാം 4 വശക്കേട്ട് മാറ്റി നിർത്തിയേക്കാം. അവിടെ എത്തി ഉത്സവം സമാധാനത്തോടുകൂടി അവസാനിപ്പിച്ച് ഉത്സവം കാണാൻ വന്ന എല്ലാവരെയും മലയിറക്കി വിട്ട് ഈ ഭൂതഗണങ്ങളെയും തിരിച്ചു വിളിച്ചുകൊണ്ട് നിശബ്ദരായി തിരിച്ചു വരുന്നു. അവിടെ ഉത്സവം തീരുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങ് എവിടെയാണ് നടക്കുന്നത്? മണിമണ്ഡപത്തിലാണ് നടക്കുന്നത്. ആ മണിമണ്ഡപത്തില് ജീവസമാധിയെയാണ് ഈ പറയപ്പെടുന്ന തന്ത്രി തള്ളിപ്പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഒന്നുകിൽ ഈ പറയപ്പെടുന്ന വിശ്വാസങ്ങളിന്മേൽ അവിടെ തന്ത്രിക്കോ തന്ത്രി കുടുംബത്തിനോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ചടങ്ങുകൾ നിർവഹിക്കുന്ന കുന്നക്കാട് കുടുംബത്തോടുള്ള എതിർപ്പായിരിക്കാം. ഈ കുന്നക്കാട് കുടുംബത്തിന് മാത്രമല്ല, ഇത് കഥ പറഞ്ഞു പോയ ഇപ്പോഴെങ്കിലും ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇനി ശബരിമലയിൽ ഗുരുതി നടക്കാറുണ്ട്, മാളികപ്പുറത്തും ഗുരുതി നടക്കാറുണ്ട്, പമ്പയിലും ഗുരുതി നടക്കാറ്. ഈ ഗുരുതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാ? കുന്നക്കാട് കുടുംബമാണ്. അത് സ്വാഭാവികമായിട്ടും അതിനെല്ലാം പല കഥകൾ, പല തരങ്ങൾ. ഇങ്ങനെ മണിമണ്ഡപം ഭയങ്കര, ഈ ശബരിമലയിലെ ഏറ്റവും വലിയ ഈ ശക്തി സ്രോതസ് ഈ പറയപ്പെടുന്ന മണിമണ്ഡപമാണ്. കാരണം ജീവസമാധിയുള്ള ക്ഷേത്രങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്. പഴനിമല മുരുകനെയല്ലേ കാണാറുള്ളൂ. പഴനിയിലെ ശക്തി സ്രോതസ് ഭോഗരുടെ സമാധിയാണ്. ഭോഗർ മഹർഷിയുടെ സമാധി പഴനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ സൈഡിലെ കോർണറിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈക്കത്തപ്പന്റെ ക്ഷേത്രത്തിൽ സമാധി സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ശബരിമലയിലെ മറ്റവർക്കൊന്നും ശക്തിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും പവർഫുൾ ഈ പറയപ്പെടുന്ന അയ്യപ്പന്റെ പന്തളം കൊട്ടാരത്തിലെ രാജകുമാരന്റെ സമാധിയാണ്. ആ സമാധിയാണ് ഇദ്ദേഹം ലാസ്യമട്ടിൽ തള്ളിപ്പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾക്ക് നോവും. ഇനി ഈ ചടങ്ങുകളൊക്കെ അറിഞ്ഞിരിക്കെ ഇദ്ദേഹവും പറയുന്നത് എന്താ? മാളികപ്പുറത്തിരിക്കുന്നത് ദേവിയാണ്, കാമുകിയാണ്. ആ സങ്കല്പത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടേക്ക് ഈ എഴുന്നള്ളിപ്പിന് ഈ രാജകുമാരന്റെ മീശയോട് കൂടിയ കൊമ്പൻ മീശയോടുള്ള തിടമ്പിന് പകരം ജീവിതം അണിയിക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഈ തന്ത്രി. അങ്ങനെ ഒരുപാട് കഥകൾ ഈ തന്ത്രിക്ക് നേരെയുണ്ട്. ഇപ്പൊ ഈ സ്വർണ്ണക്കൽ കേസിൽ തന്ത്രി പ്രതിയാണോ എന്നറിയില്ല. പക്ഷെ ഈ ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞ ശക്തി സ്രോതസ്സുകളുടെയൊക്കെ ദോഷം അനുഭവിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.